ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൂടാതെ ആലത്തൂരിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരമുള്ള മന്ത്രിസ്ഥാനം, അതോടൊപ്പം തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം എന്നിവയൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയം. MK വിനോദ് ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. വിനോദ്, എന്തായാലും നേതൃയോഗങ്ങൾ ആരംഭിക്കുകയായി. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകനമുണ്ട്. കാരണം പരാജയം സംബന്ധിച്ച മുഖ്യമന്ത്രി തന്നെ മുൻപില്ലാത്തവണ്ണം രംഗത്തെത്തിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ LDFന് തലവേദനയായിരിക്കുന്ന രാജ്യസഭാ സീറ്റ് വിഭജന തർക്കം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും, പിന്നെ ഒന്നുകൂടി മന്ത്രിസഭയിലേക്ക് ഇനി ആര്? തീർച്ചയായും അനു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സെക്രട്ടേറിയറ്റ് കൂടിയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, ഇത്തവണ LDFന് കനത്ത തിരിച്ചടിയാണ് സംസ്ഥാനത്തുണ്ടായത്. 20 ലോക്സഭാ സീറ്റിൽ 19 സീറ്റിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. ഇത്രയധികം ഒരു തിരിച്ചടി പാർട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് പാർട്ടി ഇക്കാര്യങ്ങൾ പ്രാഥമികമായി ഇക്കാര്യങ്ങൾ വിലയിരുത്തും. ജനങ്ങൾ എതിരുണ്ടാകാനുണ്ടായ കാര്യം, വോട്ട് ചോർച്ചയ്ക്കുണ്ടായ സാഹചര്യം എന്തെല്ലാമാണ് എന്നുള്ള കാര്യം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾക്കും ചില അതിർത്തികളുണ്ട്. വേണ്ട നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല തുടങ്ങിയ പരാതികൾ അവർക്കുമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷം നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തലവേദന എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റിലെ സീറ്റ് വിഭജനമാണ്. 2 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് LDFന് വിജയിക്കാൻ കഴിയുക. അതിലൊരു സീറ്റ് CPM ഏറ്റെടുത്താൽ മറ്റൊരു സീറ്റ് ആർക്ക് നൽകുമെന്നുള്ളത് വലിയ തർക്കത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ആ സീറ്റിനു വേണ്ടി ശക്തമായ പിടിവലിയാണ് നടത്തുന്നത്. ഈ ഒരു സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നവർ പറയുമ്പോഴും മറ്റ് 2 ഘടകകക്ഷികളും, അതായത് RJDയും അതേപോലെ തന്നെ NCPയും, ഇവരും ഈ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജ്യസഭയിലേക്ക് ആർക്ക് സീറ്റ് നൽകണം, അല്ലെങ്കിൽ ആർക്കൊക്കെ അത് വീതിച്ച് നൽകണം എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചേ മതിയാകുകയുള്ളൂ. കാരണം നോമിനേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് സീറ്റ് നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ ആലത്തൂരിൽ നിന്നും ലോക്സഭാ അംഗമായിരിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ രാജിവെക്കും. രാജിവെച്ച് കഴിഞ്ഞാൽ നിലവിൽ അദ്ദേഹത്തിന് സ്ഥാനമുള്ള പട്ടികജാതി വകുപ്പ് അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. കെ രാധാകൃഷ്ണൻ പകരം ആരെ മന്ത്രിയാക്കുമെന്നുള്ള ചർച്ചയും വളരെ സജീവമാണ്. അതുകൊണ്ട് ആ ആളിനെ തീരുമാനിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒന്ന് ചേലക്കരയും, കെ രാധാകൃഷ്ണൻ പ്രതിനിധീകരിച്ചിരുന്ന ചേലക്കര, അതേപോലെ തന്നെ പാലക്കാട്, ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാലക്കാട് എന്നീ 2 മണ്ഡലങ്ങളും CPMന്റെ സീറ്റുകളാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരെ മത്സരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളും പാർട്ടിക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമ്പൂർണ്ണ പരാജയം വിലയിരുത്താൻ 5 ദിവസത്തെ നേതൃയോഗം ഇത് കൂടാതെ CPM വിളിച്ചിട്ടുണ്ട്. 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18 മുതൽ 20 വരെ തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് AKG സെൻട്രൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുക. വിനോദ്, പ്രധാനമായും ഏതൊക്കെ ലോക്സഭാ മണ്ഡലങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക? കാരണം പത്തനംതിട്ട, ആലപ്പുഴയും ഒക്കെ ഈ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച പത്തനംതിട്ടയിൽ പല വിധത്തിൽ പാർട്ടി നേതാക്കൾ പല കോണുകളിൽ നിന്ന് ഉയർത്തി കാണിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ കൂടിയും അതിന് ശേഷമാണെങ്കിൽ കൂടിയും തോൽവിയിൽ അത് കുറച്ച് ഏറിയ വിവാദങ്ങൾ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിലും ഏക കനൽ തരി കെട്ട ഒരു ഇടമാണ്. ഇനി കൊല്ലത്തെ സംബന്ധിച്ച് വരികയാണെങ്കിൽ കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വോട്ട് ചോർച്ച CPMനുണ്ടായി. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ അത്ര പ്രതീക്ഷിച്ച പോലെ സ്മൂത്ത് ആയിരുന്നില്ല ഇടതിനെ സംബന്ധിച്ചിടത്തോളം. ഏത് മണ്ഡലം എന്ന് ചോദിച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചർച്ച ചെയ്തേ മതിയാകുകയുള്ളൂ. അതുപോലെയാണല്ലോ പരാജയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലെ തോൽവിയെ പറ്റിയും ചർച്ച ചെയ്യണം. പ്രധാനമായും CPM മത്സരിച്ചത് 15 സീറ്റുകളിലാണ്. 4 സീറ്റുകൾ CPIക്ക് നൽകി, 1 സീറ്റ് മാണി വിഭാഗത്തിന് നൽകി. അപ്പോൾ 15 സീറ്റിലെയും പ്രാഥമികമായി 15 സീറ്റിലെങ്കിലും പരാജയം ചർച്ച ചെയ്യണം. അതിൽ വലിയ തിരിച്ചടികൾ നേരിട്ട വടകര, അതേപോലെ തന്നെ പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിലെ കാര്യം പ്രത്യേകമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം പ്രാഥമികമായി ഈ തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഘടകകക്ഷികൾക്കിടയിൽ വലിയ സജീവമായി തന്നെ നിലനിൽക്കുകയാണല്ലോ വിനോദ്. ഈ സീറ്റ് ഒന്നും വിട്ടു നൽകില്ല എന്നാണ്
ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ CPIയും ആവർത്തിച്ച് പറയുന്നത് ഇനി RJD ആയിട്ട് ഏകദേശം ഒരു പൊട്ടിത്തെറിയും മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വക്കിലുമാണ്. തീർച്ചയായും രാജ്യസഭാ സീറ്റ് വലിയ തലവേദന തന്നെയാണ്. കാരണം 3 രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുന്നു. അതിൽ 2 സീറ്റിലേക്കാണ് LDFന് വിജയിക്കാൻ കഴിയുക. ഒരു സീറ്റ് CPM ഏറ്റെടുത്താൽ അടുത്ത ഒരു സീറ്റ് ആർക്ക് നൽകുമെന്നുള്ളതാണ് തർക്കം. നിലവിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇവരുടെ രാജ്യസഭാ കാലാവധിയാണ് തീരുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ കാലാവധി തീരുമ്പോൾ അവർ സ്വാഭാവികമായും ആ സീറ്റ് ആവശ്യപ്പെടും എന്നുള്ളത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല CPI പറയുന്ന ഒരു കാര്യം, ഈ ഭരണപരിഷ്കരണ ചെയർമാൻ പദവി മാണി ഗ്രൂപ്പിന് നൽകിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള ഒരു ഫോർമുല CPI മുന്നോട്ട് വെച്ചു. പക്ഷേ ഇന്നലെ മാണി ഗ്രൂപ്പ് അത് തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഭരണപരിഷ്കരണ ചെയർമാൻ പദവിയൊന്നും വേണ്ട, അത് ക്യാബിനറ്റ് റാങ്കുള്ളതാണ്, പക്ഷേ ആ പദവിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തന്നെ വേണം. മാണി ഗ്രൂപ്പ് അത് പറയാൻ കാര്യം, മാണി ഗ്രൂപ്പിനുണ്ടായിരുന്ന ഏക ലോക്സഭാ അംഗമാണ് ആയിരുന്നു തോമസ് ചാഴിക്കാട്. അദ്ദേഹം ഇത്തവണ വീണ്ടും കോട്ടയത്ത് മത്സരിച്ചു, പരാജയപ്പെട്ടു. ലോക്സഭയിൽ മാണി ഗ്രൂപ്പിന് പ്രതിനിധി ഇല്ലാതായി. ജോസ് കെ മാണിയുടെ കാലാവധി ഈ മാസം അവസാനിക്കുന്നു. അങ്ങനെ രാജ്യസഭയിലും ആളില്ലാതെ വരും. അതുകൊണ്ട് മാണി ഗ്രൂപ്പിന് പാർലമെൻറ്റിൽ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മാണി ഗ്രൂപ്പിന് സീറ്റ് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. CPIയുടെ ബിനോയ് വിശ്വത്തിൻ്റെ കാലാവധി അവസാനിച്ചാലും CPIക്ക് മറ്റ് പ്രതിനിധികൾ രാജ്യസഭയിലുണ്ട്. അതുകൊണ്ട് പ്രാതിനിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ മാണി ഗ്രൂപ്പിന് സീറ്റ് നിർബന്ധമായും വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ 6 വർഷമാണ് രാജ്യസഭാ കാലാവധി. CPIക്കും മാണി ഗ്രൂപ്പിനും ഇത് വിഭജിച്ച് നൽകാനുള്ള ഒരു ആലോചനയും CPMനുള്ളിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് RJD ഇക്കാര്യത്തിൽ ശക്തമായി രംഗത്തുള്ളത്. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗത്വമില്ലാത്ത ഏക ഘടകകക്ഷിയാണ്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് RJD പറയുന്നു. NCPയും രാജ്യസഭാ സീറ്റിൻ്റെ ആവശ്യവുമായി രംഗത്തുണ്ട്. ഇനി സംസ്ഥാന മന്ത്രിസഭയിലേക്ക് ഈ ഒഴിവ് വരുന്ന മന്ത്രിപദം നികത്താൻ ആര് വരുമെന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് വിനോദ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കാരണം മാനന്തവാടി MLA OR കേളുവിന് സാധ്യത അധികം കൽപ്പിച്ചിരുന്നു ചില മാധ്യമങ്ങൾ. അപ്രകാരമുള്ള ചർച്ചകൾ ഏത് വിധേനയാണ് എന്ന് സൂചനയുണ്ടോ? നമുക്കറിയാം, K. രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് പട്ടികജാതി സംവരണ വിഭാഗത്തിൽ നിന്നുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹത്തെ അദ്ദേഹം ലോക്സഭാ അംഗമായി വിജയിച്ചിരിക്കുന്നു. ഇനിയും സ്വാഭാവികമായും ആ മേഖലയിൽ നിന്നുള്ള, ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ മന്ത്രിയാക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടിക്കുള്ളിൽ സജീവമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ എന്നുള്ള നിലയിൽ ആരെ പരിഗണിക്കണം എന്നുള്ളത് ഒരു വലിയ ചർച്ച തന്നെയാണ്. ഈ കേളു MLA കൂടാതെ സച്ചിൻ ദേവ്, അദ്ദേഹം SFIയുടെ സംസ്ഥാന നേതാവായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവാണ്, യുവ നേതാവാണ്. അതുകൊണ്ട് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യവും പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കാണ് ഇക്കാര്യത്തിൽ ആരെ മന്ത്രിയാക്കണം എന്നുള്ള കാര്യത്തിൽ വിവേചനാധികാരം മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആലോചിച്ച് ഉള്ള ഒരാളെ തന്നെ മന്ത്രിയാക്കാനായിരിക്കും തീരുമാനം. അതിന്മേലുള്ള പ്രാഥമിക ചർച്ചയും ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.